കണ്ണൂർ ജില്ലയിൽ എടൂരിനടുത്ത് ഉരുപ്പൻകുണ്ടിലുള്ള സ്രാമ്പിക്കൽ ശ്രീമതി ലീന ബേബിയുടെയും മകൻ അരുൺ ബേബിയുടെയും വീടാണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എടൂരിൽ നിന്നും വീർപ്പാട് റൂട്ടിൽ ഉരുപ്പൻകുണ്ടിലേക്ക് 2.5 കിലോമീറ്റർ ദൂരം വരും. നമസ്കാരം. സ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കണ്ണൂർ ജില്ലയിൽ എടൂരിനടുത്തുള്ള ഉരുപ്പൻകുണ്ടിലുള്ള ശ്രീമതി ലീന ബേബിയെയും കുടുംബത്തെയുമാണ്. ലീന ബേബിയുടെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, ലീന ബേബിയുടെ ഭർത്താവാണ് ബേബി. ബേബി കുറച്ചു കാലം മുമ്പ് മരിച്ചുപോയി. ബേബിയുടെ ഗ്രാൻഡ് പേരൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, സ്രാമ്പിക്കൽ കുടുംബത്തിൻ്റെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത് ഔസേപ്പ് തൊമ്മനിൽ നിന്നാണ്. ഔസേപ്പ് തൊമ്മൻ്റെ 6 ആൺമക്കളിൽ മൂത്തയാളാണ് ശ്രീ തൊമ്മൻ. തൊമ്മന് 5 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിലേറ്റവും മൂത്തയാളാണ് ഔസേപ്പ്. ഔസേപ്പിൻ്റെ 7 മക്കളിൽ മൂന്നാമത്തെ മകനാണ് കുഞ്ഞുഞ്ഞ് എന്ന് വിളിക്കുന്ന ജോസഫ്. ജോസഫിൻ്റെ 8 മക്കളിൽ 7ാമത്തെ ആളാണ് ശ്രീ ബേബി. ബേബിയുടെ ഭാര്യ ലീനയും കുടുംബത്തെയുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം. ലീന ചേച്ചി സ്രാമ്പിക്കിലേക്ക് വിവാഹം കഴിച്ചു വന്നിട്ട് എത്ര വർഷമായി? ഞാൻ 1988 ഏപ്രിൽ 25-നായിരുന്നു ഞങ്ങളുടെ വിവാഹം. ഏപ്രിൽ 25, 1988-ലായിരുന്നു വിവാഹം. ഭർത്താവിന്റെ പേര് ബേബി എന്നാണ് ഭർത്താവിന്റെ പേര്. ഭർത്താവ് അകാലത്തിൽ മരണപ്പെട്ടു. എത്ര വയസ്സുള്ളപ്പോഴാണ് ഭർത്താവിന് മരിക്കുന്നത്? 25 വയസ്സ്. 25 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ്. ഏത് വർഷമാണ് മരിച്ചത്? 1992. 1992-ലാണ് മരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര മക്കളാണുള്ളത്? ഞങ്ങൾക്ക് 2 മക്കള്. 2 മക്കളാണുള്ളത്. മക്കളുടെ പേര്? അരുൺ ബേബി മൂത്തവൻ, രണ്ടാമത്തത് കിരൺ ബേബി. അരുൺ ബേബി. അപ്പൊ നമ്മോടൊപ്പം ഉള്ളത് അരുൺ ബേബിയാണ്. അരുൺ ബേബി എന്ത് ചെയ്യുന്നു? ഞാനൊരു ഫൈനാൻസിൽ വർക്ക് ചെയ്യുന്നത്. IT ഫൈനാൻസ് എന്ന് പറയും. ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന കമ്പനിയുടെ പേര്. ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന കമ്പനിയുടെ പേര്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. ഞാൻ M.Com കഴിഞ്ഞാണ്. വിദ്യാഭ്യാസം ഡോൺ ബോസ്കോയിലായിരുന്നു. അങ്ങോട്ട് ഡിഗ്രി മയിൽ ITM-ലായിരുന്നു M.Com ചെയ്തോണ്ടിരുന്നത്. ITM എന്ന് പറഞ്ഞ് M.Com കഴിഞ്ഞു. അതെ. ഡിഗ്രി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആക്സിസ് ബാങ്ക് ആയിരുന്നു ആദ്യം ജോലി ചെയ്തുകൊണ്ടിരുന്നത് 1 ഇയർ. അത് കഴിഞ്ഞ് ഇൻഡസ് ബാങ്കിൽ ഒരു 6 വർഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ക്രെഡിറ്റ് മാനേജറായിട്ട് IT ഫൈനാൻസ്. അതെ ജോലി ചെയ്തു. അതെ വർക്ക് ചെയ്യുന്നു. അതെ. ഞങ്ങളിപ്പോൾ 4 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. ജിസ്ന എന്നാണ് പേര്. സ്ഥലം എവിടെയാ? ഞാൻ ചുണ്ടപ്പറമ്പ്, പയ്യാവൂരിനടുത്ത് ചുണ്ടപ്പറമ്പിലാണ് വീട്. വീട്ടുപേര് തേവർകുന്ന് എന്നാണ് വീട്ടുപേര്. മോള് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോ PG കഴിഞ്ഞതേ ഉള്ളൂ. MSW കഴിഞ്ഞു. PG ചെയ്ത് കഴിഞ്ഞത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ. ഫീൽഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുമ്പ് ഡിഗ്രി ഒക്കെ ചെയ്തത്? ഡിഗ്രി ഞാൻ BA ഇംഗ്ലീഷ് ആയിരുന്നു. ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അങ്ങാടിക്കടവിലാണ് പഠിച്ചത്. BA ഇംഗ്ലീഷ് ആയിരുന്നു. ഡോൺ ബോസ്കോ കോളേജ് അങ്ങാടിക്കടവില് ആണ് പഠിച്ചത്. നിങ്ങൾക്ക് എത്ര കുട്ടികളാണുള്ളത്? ഒരു കുട്ടിയാണുള്ളത്. മോളുടെ പേരെന്താ? സിയ മരിയയ്ക്ക് എത്ര വയസ്സായി? 3 വയസ്സായി. മിടുക്കി. വളരെ നന്നായിട്ട് ഉത്തരവൊക്കെ പറഞ്ഞു കേട്ടോ. ലീന ചേച്ചിയുടെ സ്വന്തം വീട് എവിടെയായിരുന്നു? എന്റെ വീട് ഇവിടെ തന്നെയാണ്. ഉരുപ്പൻകുണ്ടി തന്നെയായിരുന്നു. ഞാൻ ബേബി മരണപ്പെട്ടത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും മരിച്ചു പോയായിരുന്നു. അപ്പോൾ വീട്ടിൽ അവർ സഹോദരങ്ങൾ ചെറുതായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ അത് കഴിഞ്ഞ് 99-ൽ എനിക്ക് അപ്പച്ചൻ വീട് ഇവിടെ വെച്ച് തന്നു. ഇതിനു മുമ്പൊരു വീടുണ്ടായിരുന്നു. ഇത് തന്നെയായിരുന്നു ഒരു വീട്. അത് ഇവരുടെ കല്യാണത്തോടനുബന്ധിച്ച് ആ വീട് പൊളിച്ചിട്ട് കുറച്ചും കൂടെ സൗകര്യത്തിൽ ഈ വീട് പണിതു. മാതാപിതാക്കന്മാരുടെ പേര്? അപ്പച്ചന്റെ പേര് ജോസഫ്. അമ്മയുടെ പേര്? അമ്മ ത്രേസ്യാമ്മ. ചേച്ചിയുടെ വീട്ടുപേര്? മടത്തിപ്പറമ്പിൽ. മടത്തിപ്പറമ്പിൽ എൻ്റെ അമ്മയുടെ വീട്ടുപേരാണ്. കാരണം എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അപ്പൊ അമ്മ കുറച്ച് ലേറ്റ് മാരേജ് ആയിരുന്നു. അപ്പൊ അപ്പച്ചന്റെ വീട് പാലായിലാണ്. അപ്പച്ചന്റെ വീട്ടുപേര് ഐക്കര കുടുംബാംഗമാണ് അപ്പച്ചൻ. അപ്പം അമ്മ ഇങ്ങോട്ട് ദത്ത് വന്നതാണ്. അപ്പൊ ഞങ്ങള് മടത്തിപ്പറമ്പിൽ നിന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഐക്യര മടത്തിപ്പറമ്പിൽ നിന്നാണ് ഞങ്ങളുടെ ഇതിലൊക്കെ ഉള്ളത്.
ലീന എന്ത് ചെയ്യുന്നു? ഞാൻ സ്കൂളിൽ എടൂർ സെന്റ് മേരീസ് HSS ഓഫീസ് സ്റ്റാഫായിട്ട് 20 വർഷം വർക്ക് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2-3 സ്കൂളിൽ പ്രൊമോഷനായി പോവുകയൊക്കെ ചെയ്തായിരുന്നു. 2004 ഞാൻ ജോലിക്ക് കയറി. 2004 മുതൽ 2024 വരെ ജോലി ചെയ്തു. കഴിഞ്ഞ മാസം ഞാൻ റിട്ടയർ ചെയ്തു. റിട്ടയർമെന്റ് ജീവിതം ആരംഭിച്ചതേ ഉള്ളൂ. സഹോദരങ്ങൾ എത്ര പേര്? എനിക്ക് സഹോദരങ്ങൾ 3 പേരാണ്. ഞങ്ങൾ 4 മക്കളാണ്. അതിൽ മൂത്തത് ഞാനാണ്. മൂത്തത് ലീന ചേച്ചി. തൊട്ട് താഴെയുള്ളത് ആങ്ങള ബിജു. ബിജു താമസിക്കുന്ന തറവാട് വീട്ടിലാണ് ഇപ്പൊ. ഞാൻ ജനിച്ചു വളർന്ന വീട് താമസിക്കുന്നത്. ഭാര്യയുടെ പേര് രാജി. രാജിയുടെ വീട്ടുപേര് പുത്തൻപുര. സ്ഥലം കൂട്ടുമുഖം, അതായത് ശ്രീകണ്ഠാപുരം കൂട്ടുമുഖം, അടുത്ത കൂട്ടുമുഖത്താണ് അവർക്ക് 2 മക്കള്. ആൺപിള്ളേര് അഡോൺ അയോൺ. എന്നിങ്ങനെ 2 ആൺകുട്ടികളാണ് അവർക്കുള്ളത്. അതിന്റെ താഴെയുള്ളത് ജിയോ. ജിയോ സപ്ലൈകോയില് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. മൂത്ത സഹോദരൻ ജോയിൻ വീഡിയോ ആയിട്ട് പേരാവൂർ ബ്ലോക്കിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ സഹോദരന് സപ്ലൈകോയില് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. സഹോദരന്റെ പേര് ജിയോ. ഭാര്യയുടെ പേര് സൗമ്യ. സൗമ്യയുടെ വീട് മാനന്തവാടി. വീട്ടുപേര് ആര്യങ്കാല എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് ഒരു മോനേ ഉള്ളൂ. മോന്റെ പേര് സാവിയോ എന്നാണ് മോന്റെ പേര്. അതിന്റെ താഴെയുള്ളത് അനിയത്തിയാണ്, ബേബിലത. അനിയത്തിയുടെ പേര്. വിവാഹം ചെയ്തതാണ്. ഹസ്ബൻഡ് ഇന്നസെന്റ്. വീട്ടുപേര് ആലിലക്കുഴി. അവര് പുലിക്കുരുമ്പയാണ് അവരുടെ വീട്. വീട്ടുപേര്. അവരിപ്പം ഇറ്റാവ യുപിയില് ജോലി ചെയ്യുന്നു. ജോലി ചെയ്യുന്നത്. 2 മക്കളാണ്, ജോൺ ക്രിസ്റ്റോ ഇന്നസെന്റ്, ലിയ റാണി ഇന്നസെന്റ്. ജോൺ ക്രിസ്റ്റോ, ലിയ റാണി അങ്ങനെ 2 മക്കളാണ് അവർക്കുള്ളത്. ഇതാണ് സഹോദരങ്ങളുടെ ഡീറ്റെയിൽസ്. അരുണൊരു സഹോദരൻ കൂടി ഉണ്ടല്ലോ. സഹോദരന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. സഹോദരന്റെ പേര് കിരൺ ബേബി എന്നാണ്. പുള്ളി ഷെഫായിട്ട് UK വർക്ക് ചെയ്യുന്നു. UK ഇപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. അതിന് മുമ്പ് ദുബായിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 8 വർഷം ദുബായിലുണ്ടായിരുന്നു. അതെ. അവിടെ സെറ്റിലാണ്. വൈഫും ഫാമിലി എല്ലാം അവിടെ സെറ്റിലാണ്. വൈഫിന്റെ പേര് ക്രിസ്റ്റീന. അതെ. വൈഫിന്റെ സ്ഥലം ഉദയംപേരൂരാണ്. എറണാകുളത്തിന്റെ ഉദയംപേരൂരാണ്. പക്ഷെ അവര് അവിടെ തന്നെയാണ് ജനിച്ചപ്പോൾ തൊട്ട് തന്നെ UK സിറ്റിസണാണ്. അതെ. അവർക്ക് മക്കൾ ഒരാള്, ഒരു പെൺകുട്ടിയാണ്. അതെ. സമീറ അന്ന കിരൺ എന്നാണ് കുട്ടിയുടെ പേര്. ജിസ്നയുടെ ഫാമിലി ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? മാതാപിതാക്കള്? പപ്പയുടെ പേര് ജോൺ എന്നാണ്. മമ്മിയുടെ പേര് ജാൻസി. പപ്പയുടെ വീട്ടുപേര് തേവർകുന്നേൽ എന്നാണ് വീട്ടുപേര്. അമ്മയുടെ കുറ്റിക്കാട്ടിൽ നിന്നാണ് വീട്ടുപേര്. ഒരു ചേച്ചിയാണുള്ളത്. കുറ്റിക്കാട്ടിൽ സ്ഥലം എവിടെയാണ് അമ്മയുടെ? ഉരുപ്പുംകുണ്ട് തന്നെയാണ് സ്ഥലം. ഒരു സഹോദരിയുണ്ട്. സഹോദരിയുടെ പേര് ജോസ്ന എന്നാണ്. സഹോദരി എന്ത് ചെയ്യുന്നു? നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. സഹോദരിയുടെ ഫാമിലി? ഭർത്താവ് ഡാനിഷ് എന്നാണ് പേര്. ഒരു മോളുണ്ട്. മോളുടെ പേര് ഹേസൽ മരിയ. ചേച്ചിനെ കെട്ടിച്ചു വിട്ടേക്കുന്നത് ആലക്കോടിനടുത്ത് ഒറ്റത്തേ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒറ്റത്തയിലാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വീട്ടുപേര് ഇടപ്പള്ളിക്കുന്നിൽ എന്നാണ് വീട്ടുപേര്. ലീന ചേച്ചിയുടെ ഭർത്താവിന്റെ സഹോദരങ്ങൾ അവരെത്ര പേരായിരുന്നു? അവര് 8 പേരായിരുന്നു. അതിൽ 2 പേര് മരണപ്പെട്ടു പോയി. അതായത് എന്റെ ഭർത്താവും മൂത്ത ചേട്ടായി മരണപ്പെട്ടു. ജോർജ് മരിച്ചു. ഈ സഹോദരങ്ങളൊക്കെ എവിടെയാ താമസിക്കുന്നത്? സഹോദരങ്ങളൊക്കെ ഒരാള് കൂടരഞ്ഞിയിലാണ്. പിന്നെ ബാക്കിയുള്ളവരെല്ലാം എടപ്പുഴ വാളത്തോട് എന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. ആ സഹോദരങ്ങളുടെ പേരൊക്കെ എന്ന് പറഞ്ഞു പോരാമോ? മൂത്ത ചേട്ടായി ജോർജ് ചേട്ടായി, രണ്ടാമത്തേത് കുട്ടിച്ചൻ, മൂന്നാമത്തേത് വർക്കിച്ചൻ, നാലാമത് ശാന്തമ്മ. നാത്തൂനാണ്. ഒരാളെ പെണ്ണായിട്ട് ഒരാളുണ്ട്.
പിന്നെ രാജൻകുട്ടി, പാപ്പച്ചി, പിന്നെ ബേബി ആയിരുന്നു, എന്റെ ഹസ്ബൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഫാദർ ഫ്രാൻസിസ്, ജോയിച്ചൻ ഞങ്ങൾ വിളിക്കുന്നു, അച്ഛൻ ഫ്രാൻസിസ് അച്ഛൻ ഇപ്പൊ ആലുവയില് അവരുടെ പ്രൊവിൻഷ്യൽ ഹൗസിലാണ് ജോലി ഇതാണ് ഫാമിലി ഡീറ്റെയിൽസ്. ലീന ചേച്ചി എന്തെങ്കിലും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും? പള്ളിയായിട്ട് ഞാൻ 10 വർഷം കാറ്റഗിസം ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ജോലിയുടെ ഇതായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഈ വിശ്വാസോത്സവം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാൻ, ഞങ്ങൾ വെക്കേഷൻ സ്റ്റാഫും കൂടെയാണ്, അപ്പൊ അങ്ങനെ പോവാൻ പറ്റി. എല്ലാം ഞങ്ങൾ ജോലി പോകണമായിരുന്നു. അതുകൊണ്ട് ലീവും അങ്ങനെ തരാൻ ബുദ്ധിമുട്ടാണ്. വലിയ സ്കൂളാണ്, അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ അതിൽ നിന്ന് മാറി. 10 വർഷക്കാലം ഉണ്ടായിരുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി. താങ്ക് യു.